ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്നിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത് നമ്മൾ ഒരു ലോങ് ട്രിപ്പൊക്കെ പോകുമ്പോൾ നമ്മളെ ബാഗിൽ എന്തൊക്കെയാണ് അത്യാവശ്യത്തിന് പാക്ക് ചെയ്തിട്ട് കൊണ്ടുപോകാനുള്ള കേട്ടോ. അപ്പോൾ ഞാൻ കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പോൾ എന്തൊക്കെയാണ് ഒരു ബാഗ് ഞാൻ ഫുള്ളായിട്ട് എടുക്കുന്നത് എന്നുള്ളതാണ് കാണിച്ചു തരാൻ പോണത്. അപ്പോൾ വീഡിയോയിലേക്ക് പോണതിൻ്റെ മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ബാഗിൽ ഞാൻ എന്തായാലും ഒരു പാക്ക് ടിഷ്യൂ എടുക്കും കേട്ടോ. എന്തായാലും നമുക്ക് അത്യാവശ്യമുള്ളതാണല്ലോ, എന്തെങ്കിലും തുടയ്ക്കാനൊക്കെ വേണമെങ്കിൽ അർജൻറ്റായിട്ട് വേണ്ടതായതുകൊണ്ട് അതെടുക്കും. പിന്നെ ഒരു പ്ലേറ്റ്, ചെറിയൊരു ബൗള്, പിന്നെ ഒരു കൈയൊക്കെ ഉള്ളൊരു പാത്രം കേട്ടോ. ഇതൊക്കെ ചായ പാരാനും അതുപോലെ നൂഡിൽസൊക്കെ വേവിക്കുമ്പോൾ ചൂടുള്ളതായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ പ്ലേറ്റ് കൊണ്ടുവരുന്ന അത്ര സേഫും അല്ല. ഗ്ലാസിൻ്റെ സെറാമിക്കിൻ്റെ ഒക്കെ പ്ലേറ്റ് ആകുമ്പോൾ അത് ലഗേജ് പൊട്ടും അങ്ങനെയൊക്കെയുള്ള നമുക്ക് ഇതുണ്ടാവുമല്ലോ. അപ്പോൾ ഇങ്ങനെ സ്റ്റീലിൻ്റെ 3 പാത്രം ഞാൻ എടുക്കും കേട്ടോ. പിന്നെ 2 പാക്ക് ബ്രെഡ്. ഇതൊക്കെ നമുക്ക് പോണോടത്തിൽ വാങ്ങാൻ കിട്ടുമൊക്കെ, സംഭവം ശരിയാണ്. കാരണം അതിന് നമ്മൾ തപ്പി ആ ഏരിയ ആയിട്ട് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരണമല്ലോ. അപ്പോൾ അതിൻ്റെ മുമ്പ് നമുക്ക് അത്യാവശ്യത്തിനുള്ള സാധനങ്ങളാട്ടോ. അപ്പോൾ 2 പാക്ക് ബ്രെഡ് എടുക്കും, ന്യൂട്രൽ എടുക്കും, മക്കൾക്ക് ഇഷ്ടമുള്ളതാണല്ലോ. പിന്നെ ഒരു കെറ്റൽ എടുക്കും കേട്ടോ. നമ്മൾ താമസിക്കുന്ന റൂമിൽ എന്തായാലും കെറ്റൽ ഉണ്ടാവാറുണ്ട്. എന്നാലും അതിൽ നമ്മൾ നൂഡിൽസൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇനി വെറുതെ അത് കേട് വരണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന, ഇതിനായിട്ട് യൂസ് ചെയ്യുന്ന കെറ്റലാണ്. അപ്പോൾ അതെടുക്കും. പിന്നെ കുറച്ച് നൂഡിൽസിൻ്റെ പാക്കറ്റ് കേട്ടോ, മാഗി പാക്കറ്റ് എടുക്കും. അത് മാഗി എന്നൊന്നും ഇല്ല കേട്ടോ, ഏത് കമ്പനി ആയാലും നമ്മൾ എടുക്കും കേട്ടോ. പിന്നെ ഒരു ചെറിയൊരു ജ്യൂസർ ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ബാറ്ററി ചാർജ് ചെയ്ത് യൂസ് ചെയ്യുന്നതാണ്. ഇത് വണ്ടർ ഷെഫിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ യാത്രയിൽ യൂസ് ചെയ്യുന്നതാണ്. മക്കൾക്ക് ജ്യൂസൊക്കെ അടിച്ച് കൊടുക്കണമെങ്കിലൊക്കെ എളുപ്പമാണല്ലോ. അപ്പോൾ അങ്ങനെ എടുക്കും. പിന്നെ ചെറിയൊരു സ്ക്രബ്ബർ എടുക്കട്ടെ, എന്തെങ്കിലും കഴുകേണ്ടൊക്കെ വന്നാലോ വെച്ചിട്ടാണ്. പിന്നെ കുറച്ച് ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റൊക്കെ വാങ്ങിയിടും. പിന്നെ ചെറിയ ആളുള്ളതുകൊണ്ട് അവർക്ക് സെർലാക്ക് വാങ്ങും. പിന്നെ ഒരു 2-3 പേക്ക് റസ്ക് കൂടി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ന്യൂട്രലിൽ കഴിക്കാത്തവർക്ക് ജാമുണ്ട്. പിന്നെ പാരച്യൂട്ടിൻ്റെ ചെറിയ കോക്കനട്ട് ഓയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ പാരസെറ്റമോൾ ടാബ്ലറ്റ്, അതൊക്കെ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടിയിട്ടുള്ളതാണല്ലോ. നല്ല തലവേദന പനിയൊക്കെ വന്നാൽ. പിന്നെ ഈ ഒരു ജ്യൂസർ നമുക്ക് നല്ല ഹെൽപ്പാട്ടോ. ബാറ്ററി ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നതുകൊണ്ട് നല്ല ഹെൽപ്പുള്ളതാണ്. പിന്നെ അടുത്തായിട്ട് നമ്മളെ ഈ ജ്യൂസറിൻ്റെ ചാർജറാണ് കേട്ടോ. അപ്പം ഒരു മൊബൈൽ ചാർജർ, ആ ഒരു ടൈപ്പ് ചാർജറാട്ടോ. പിന്നെ ഇപ്പോൾ ഉള്ളത് ഇനി ഇതിലില്ലാത്തതുണ്ട് കേട്ടോ. അതായത് ഫ്രൂട്ട്സായിട്ട് നമ്മൾ വലിയ പഴം അതൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എഗ്ഗ് എടുത്തിട്ടുണ്ട് മക്കൾക്കൊക്കെ പുഴുങ്ങി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ബാഗ് ഫുള്ളായിട്ട് ഉണ്ടാവുക. ഇങ്ങനെയാണോ നിങ്ങൾ ടൂറ് പോകുമ്പോഴും ഉണ്ടാവുക? കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതിൽ കാണിക്കാൻ വിട്ടുപോയതാട്ടോ, ഒരു ചെറിയ ഫ്ലാസ്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മളെ ചെറിയൊരു വീഡിയോ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.